മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വാണ്ടഡ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ആകമാനം കേട്ടുകേൾവിയുള്ളത് സിസ്റ്റം ഫെയില്യൂറാണ്. സംവിധാനങ്ങളുടെ തകരാറ്. ഏത് ദുരിതമുണ്ടായാലും അത് സിസ്റ്റം ഫെയില്യൂറായി വ്യാഖ്യാനിക്കുന്ന പുതിയൊരു ട്രെൻഡ് രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. ഈ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതാരാണ്? മാനേജ് ചെയ്യുന്നതാരാണ്? സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഉദ്യോഗസ്ഥരാണ്. അത് മാനേജ് ചെയ്യുന്നത് രാഷ്ട്രീയ ഭരണ നേതൃത്വമാണ്. അപ്പോൾ ഇരു കൂട്ടർക്കും ഒരുപോലെ പരാജയം സംഭവിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ സിസ്റ്റം ഫെയില്യൂർ ആവുന്നുള്ളൂ. സ്കൂൾ കെട്ടിടം തകർന്നു വീഴുന്നു, ആശുപത്രി കെട്ടിടം തകർന്നു വീഴുന്നു, അതുപോലെ വൈദ്യുതി കമ്പികൾ, വൈദ്യുതി ലൈൻ പൊട്ടി താഴെ വീണ് എത്രയോ പേർ ഇതിനോടകം മരിച്ചിരിക്കുന്നു. അടുത്ത കാലത്ത് ഒരു കുട്ടി കൊല്ലം ജില്ലയിലെ തേവലക്കര സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മരിക്കുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ജനങ്ങളെ കൊല്ലുന്നു. വനവിഭവങ്ങൾ, വിലയേറിയ വമ്പൻ മരങ്ങൾ വരെ മുറിച്ച് കടത്തിക്കൊണ്ടുപോകുന്നു. പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ സാധാരണക്കാരന് ചെല്ലാനാകാത്ത സ്ഥിതി. അവിടെ കൈകൊട്ടിക്കളി നടത്തിക്കുക, അതുപോലെ കേസിലെ പ്രതികളെയും വാദികളെയും വിളിച്ചു വരുത്തിയിട്ട് അവരെ തമ്മിൽ അടുപ്പിക്കുക, അതിന് ഗോളിയായി നിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള അപരിഷ്കൃതമായ രീതികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം വേണ്ടേ? എന്താണ് ഇതിന് പരിഹാരം എന്ന് ചോദിച്ചാൽ, ആദ്യം ഈ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നവരെ, സിസ്റ്റം റൺ ചെയ്യുന്നവരെ, റണ്ണേഴ്സിനെ, ഉദ്യോഗസ്ഥരെ അലർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥരെ അലർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഉദ്യോഗസ്ഥരോട് പറഞ്ഞാൽ ഉദ്യോഗസ്ഥർ കേൾക്കാത്ത അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതെല്ലാം ഗ്രാജുവലായി ചെയ്ത് കാലക്രമേണ തുടർച്ചയായി പരിശോധിച്ച് സിസ്റ്റം ഫെയില്യൂർ ഫ്രീ ആക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ, നിരന്തരമായ റിവ്യൂസ്, വിലയിരുത്തലുകളും മറ്റും ഉദ്യോഗസ്ഥ തലങ്ങളിൽ കലാകാലങ്ങളിൽ നടക്കേണ്ടതുണ്ട്. അതെല്ലാ കാര്യങ്ങളും. പക്ഷേ അതിപ്പോൾ നടക്കുന്നില്ല. അത് നടക്കാത്തതിൻ്റെ പ്രധാന കാരണം നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഭരണ നേതൃത്വം പറയുന്നത് ഉദ്യോഗസ്ഥർ കേൾക്കുന്നില്ല എന്നുള്ളത് എടുത്താണ്. അതിന് കാരണം ഭരണ നേതൃത്വം ടെയിൻറ്റഡാണ്, കളങ്കിതമാണ് എന്നുള്ളത് ഉദ്യോഗസ്ഥർക്ക് നല്ല പോലെ അറിയാം. എല്ലാ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥന്മാർക്ക് നല്ലവണ്ണം അറിയാം. ഏതൊരു കാര്യത്തിനും കൈക്കൂലിയും അഴിമതിയും സ്വജനപക്ഷപാതവും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ ഉദ്യോഗസ്ഥന്മാരും അവർക്ക് കഴിയുന്ന തരത്തിൽ തുട്ടുകൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണ്, VSൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പോൾ പിന്നെ പൊതു കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് പോലുള്ള സിസ്റ്റം മെയിൻ്റെനൻസിങ്ങിൽ ശ്രദ്ധ ചെലുത്താൻ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല. അവരെ വേണ്ട പോലെ കൃത്യസമയത്ത് ഇടപെട്ട് നിയന്ത്രിക്കാൻ സിസ്റ്റത്തിൻ്റെ മാനേജേഴ്സായിട്ടുള്ള മന്ത്രിമാർക്കോ ഭരണ നേതൃത്വത്തിനോ രാഷ്ട്രീയ നേതൃത്വത്തിനും കഴിയുന്നില്ല. കാരണം അവരും ടെയിൻറ്റഡാണ്. പണം എങ്ങനെ സമ്പാദിക്കാം, അതെങ്ങനെ വിനിയോഗിക്കാം, അതെങ്ങനെ കൂടുതൽ വർദ്ധിപ്പിക്കാം,
അത് വലിയ ക്യാപിറ്റലാക്കി എങ്ങനെ മാറ്റാം എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു സിസ്റ്റമായി നമ്മുടെ സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥ ബ്യൂറോക്രാറ്റിക് ആൻഡ് പൊളിറ്റിക്കൽ ഹൈറാർക്കി മാറിയിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യാൻ, പ്രതിഷേധിക്കാൻ ജനങ്ങൾക്ക് എല്ലായ്പ്പോഴും കഴിയുന്നില്ല എന്നുള്ള പ്രശ്നവുമുണ്ട്. കാരണം ജനങ്ങളാകെ അവരുടെ നിത്യനിദാന ജീവിത പ്രശ്നങ്ങൾ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. ഇത് പറയുമ്പോൾ 1 കിലോ വെളിച്ചെണ്ണയുടെ വില ഇപ്പോൾ ഏകദേശം 500 രൂപയ്ക്കടുത്ത് ആയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഏതിനും പണ്ട് മുദ്രാവാക്യം വിളിക്കുമായിരുന്നു, ഉപ്പിന് മുളകിന് കൊത്തൻ പാലിന് എല്ലാത്തിനും വില കയറിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പബ്ലിക് പൊതു വിതരണ ശൃംഖല ഇന്ന് അവിടെ എല്ലാം ശ്വാന പ്രമുഖരുടെ വിളയാട്ടമായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ മുമ്പിൽ കൃത്യമായി പൊതുവിതരണ ശൃംഖലയിലൂടെ സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ, സാധനങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതും ഉണ്ട്. അങ്ങനെ സാധാരണക്കാരായ മനുഷ്യൻ ജീവിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ലേ. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വില കൂട്ടുന്നത് ആരാണ്? തേങ്ങയ്ക്ക് വില കൂട്ടുന്നത്. തേങ്ങ ഇന്നൊരു സാധാരണ, പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇഷ്ടം പോലെ തേങ്ങ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഇന്ന് മനുഷ്യനുള്ള നാണ്യവിളകളോടുള്ള താല്പര്യം കാരണം തെങ്ങുകളെല്ലാം മുറിച്ചു, അവിടെ എല്ലാം റബ്ബർ വെച്ചു. അതുകൊണ്ട് തേങ്ങ ഉൽപ്പാദനം നടന്നില്ല. തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി വരുന്നത് കാത്തിരിക്കണം, ഇവിടെ തേങ്ങ അരച്ച് ഒരു സംബന്ധിയെങ്കിലും ഉണ്ടാക്കി മനുഷ്യന് ആഹാരം കഴിക്കാം. ആ തേങ്ങയ്ക്ക് വരെ വില ഇപ്പോൾ അഭൂതപൂർവമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. പണ്ട് എണ്ണത്തിലായിരുന്നു തേങ്ങ, ഇപ്പോൾ കിലോയിലാണ് തേങ്ങ. 1 കിലോ തേങ്ങയ്ക്ക് 120-140 രൂപയായി എന്നാണ് കേൾക്കുന്നത്. അത് സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഇത് പറയുന്നത്. ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിത വ്യവഹാര മണ്ഡലങ്ങളിലാകെ അരാജകത്വവും അരക്ഷിതാവസ്ഥയും കടന്നു വരികയാണ്. ഈ സാഹചര്യത്തിൽ ജീവിതം ഒരു വെല്ലുവിളിയായിത്തീരുന്നു. അതുപോലെ മനുഷ്യൻ്റെ കടബാധ്യതകൾ വരുന്ന സാഹചര്യങ്ങൾ, കടബാധ്യതകൾ വന്നാൽ അത് നികത്താൻ കഴിയാതാകുമ്പോൾ ആത്മഹത്യയിലേക്ക് എടുത്തിയാടുന്ന ജനങ്ങൾ, അതുപോലെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പാളിച്ചകൾ, ഭിന്നതകൾ, വിഘടനങ്ങൾ ഒക്കെ നിത്യസാധാരണമായിരിക്കുന്നു. അതിനൊക്കെ ബോധവൽക്കരണവും മറ്റും നടത്താനും ഇടപെടലുകൾ നടത്താനും വേണ്ടി ഇവിടെ വനിതാ വികസന ശിശുക്ഷേമ വകുപ്പൊക്കെ ഉണ്ട്. പേരിന് എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അതൊന്നും കഴിയുന്നില്ല. മരിക്കാൻ പോകുമ്പോൾ അമ്മ മാത്രമല്ല മരിക്കുന്നത്, കുഞ്ഞിനെ കൂടി പുഴയിലെറിഞ്ഞ് കൊന്നിട്ട് അമ്മ മരിക്കുകയാണ്. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ ചുറ്റും ഇപ്പോൾ നടക്കുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈ സിസ്റ്റം ഫെയിലിയർ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പം അതുകൊണ്ട് ഈ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഭരണകർത്താക്കൾ ഇടപെടണം, രാഷ്ട്രീയ നേതൃത്വം ഇടപെടണം. എങ്കിലേ നമ്മുടെ നാട് ഒരു ഗവേണൻസ് ഉള്ള നാടായി മാറത്തുള്ളൂ. ഇല്ലെങ്കിൽ അരാജകത്വവും ലാക്ക് ഓഫ് ഗവേണൻസ്, സർക്കാർ രഹിതമായൊരവസ്ഥയിലേക്ക് പോകും. ഇത് പറയുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ റോളും ചർച്ച ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രതിപക്ഷവും കാര്യമായ ഒരു എതിർപ്പുകളും പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒന്നും നടത്തി കാണുന്നില്ല. അവരിങ്ങനെ തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ. അവർക്കും സർക്കാരിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനോ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനോ കഴിയാത്ത തരത്തിൽ ആ പൊളിറ്റിക്കൽ സിസ്റ്റം തന്നെ
ടോട്ടലി ഫെയിലുവറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒരു 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 വാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തിന് യാതൊരു വിലയുമില്ല. ഒരാളുടെ അഭിപ്രായം തങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിലും അതിനെ മാനിക്കാതെ ആ അഭിപ്രായം പറഞ്ഞ ആളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഉന്മൂലന സിദ്ധാന്തമാണ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പൊതുവിൽ ഈ സിസ്റ്റം ഫെയിലുവറിനെ കുറിച്ച് നാട്ടിലാകെ സംസാരമുണ്ട്, ചർച്ചയുണ്ട്. ഇതിന് പരിഹാരം കാണാൻ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥരും ഭരണ നേതൃത്വവും അടിയന്തരമായി ഇടപെട്ടിട്ടില്ലെങ്കിൽ ഒരു അനാർക്കിക്കൽ സ്റ്റേറ്റ്, ഒരു അരാജക സമൂഹമായി നമ്മുടെ നാട് മാറും. അത് ഇത്തരം പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുന്നതിന് ഭരണ നേതൃത്വത്തിന് കഴിയട്ടെ. അതുപോലെ അതനുസരിക്കാൻ ഉദ്യോഗസ്ഥ വൃന്ദത്തിനും കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുക മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.